അർഹതയില്ലാത്തത് കൊണ്ട് മാത്രം ബോധപൂർവം ഇറങ്ങിപ്പോന്ന ചിലയിടങ്ങളില്ലേ? നമ്മുടെ ഭൂതകാലങ്ങളും ജന്മവും വർത്തമാനങ്ങളുമൊക്കെ പലപ്പോഴും പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള തടസ്സമായി നിൽക്കാറുണ്ട്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിൽ പോലും മനുഷ്യർ തീർത്ത മതിലുകൾ വിഘാതമായി നിൽക്കുന്ന കാലത്ത് അവയെല്ലാം അതിജീവിച്ച് നിൽക്കുന്ന അപൂർവം ചില ആത്മബന്ധങ്ങൾ ഭൂമിയിലുണ്ടാവാറുണ്ട്. ഇത് അത്തരം ചില ബന്ധങ്ങളുടെ കഥയാണ്. ആവടി റെയിൽവേ സ്റ്റേഷനും അയ്യപ്പൻ താങ്കലും നുങ്കമ്പാക്കം തെരുവും തിരുവിട നടക്കുന്ന കാളിയമ്മൻ കോവിലുമെല്ലാം പിന്നിട്ട് കഴിയുമ്പോൾ അപൂർണമായൊരു രാഗത്തിൻ്റെ ചരടിൽ വായനക്കാർ കൊരുക്കപ്പെട്ടിട്ടുണ്ടാകും. സിനിമ പഠിക്കുവാനും നോവൽ എഴുതുവാനും അനുഭവങ്ങൾ തേടി ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമിനെ കാത്തിരുന്നത് അനുഭവങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അതിലവൻ സുഹൃത്തായും വഴികാട്ടിയായും മകനായും കാമുകനായും പിന്നെ പേരറിയാത്ത പല റോളുകളിൽ ജീവിച്ചു തീർക്കുന്നു. റാമിൻ്റെ ജീവിതത്തിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ലാതെ കടന്നു വന്ന ആനന്ദി പിന്നീട് അവൻ്റെ ആത്മാവിൻ്റെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാറുന്നു. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ്റെ നോവൽ താഴിട്ട് പൂട്ടിവെച്ച ഒരു ഡയറിയെയും അതിനുള്ളിൽ ഉറുമ്പുകൾ പോലെ പടർന്നു കിടന്ന് റാം എന്ന് തുരുതുരാ എഴുതിയ ഹൃദയാക്ഷരങ്ങളെയും അതിജീവിക്കുന്നത് അതുകൊണ്ടാണ്. മല്ലി എന്ന കഥാപാത്രം റാമിനോട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ അതവർ നമ്മളോട് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. നമ്മളും ആരെയൊക്കെയോ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്, നമ്മളും അതവരോട് വെളിപ്പെടുത്തുന്നില്ല. ജീവിതത്തിൻ്റെ ജിജ്ഞാസയിൽ ഊയലാടുന്ന നൈമിഷിക പര്യടനങ്ങളുടെ സൗന്ദര്യത്തെ നോവലിസ്റ്റ് പ്രണയപൂർവ്വം ഈ വിധേനയാണ് രേഖപ്പെടുത്തി വയ്ക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ പോലെ സുന്ദരമാണ്. പ്രണയപൂർവ്വം അത് നിങ്ങളെ ചേർത്ത് പിടിക്കും. ഏറെ പ്രിയപ്പെട്ട മനുഷ്യരിലൂടെ, അതിലേറെ പ്രിയതരമായ രുചികളിലൂടെ, ഗന്ധങ്ങളിലൂടെ അത് നിങ്ങളുടെ ആത്മാവിനെ അപൂർണമായൊരു കവിതയുടെ ഞരമ്പ് പോലെ പിടിച്ചു നിർത്തും.